പക്ഷെ കേരളത്തിൽ കഴിഞ്ഞ LDF സർക്കാർ തങ്ങളുടെ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, പ്രത്യേകിച്ച് സ്ത്രീകളുടെ പ്രശ്നങ്ങളിലെല്ലാം വളരെ പോസിറ്റീവായി ഇടപെട്ടുകൊണ്ട് സ്ത്രീപക്ഷത്ത് നിന്ന് ഒട്ടനവധി പദ്ധതികൾ നടപ്പിലാക്കിക്കൊണ്ട് ഈ പദ്ധതിയും നടപ്പിലാക്കിയ ഗവൺമെന്റിന്റെ ആ നല്ല ചെയ്തികൾ തുടർന്നു വരുന്ന ഒരു ഗവൺമെന്റിന് സാധിക്കുന്നില്ല എന്ന് പറയുന്നത് തനി സ്ത്രീവിരുദ്ധമാണ്. സ്ത്രീവിരുദ്ധമായ നിലപാട് ഒരു ഗവൺമെന്റിൽ നിന്നിപ്പോൾ ആരും പ്രതീക്ഷിക്കുന്നില്ല. കാരണം ലോകത്തെങ്ങും നമ്മുടെ രാജ്യത്തും എപ്പോഴും എല്ലാവരും എല്ലാ സ്റ്റേറ്റ് സർക്കാരുകളും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് സ്ത്രീകളുടെ ഉന്നമനമാണ്. അവർ സംസാരിക്കുന്നതിൽ ഒട്ടും അതിൽ പിശുക്ക് കാണിക്കുന്നില്ല. സ്ത്രീകളുടെ ഉന്നമനം, സ്ത്രീകൾക്ക് ആവശ്യമായിട്ടുള്ള പരിഗണന, ഈ രൂപത്തിലുള്ള പ്രഖ്യാപനം നടത്തുന്നതിൽ കേരളത്തിലും കേരളത്തിന് പുറത്തുള്ള ഇന്ത്യയിലെ മറ്റു സ്റ്റേറ്റുകളും കേന്ദ്ര സർക്കാർ ഉൾപ്പെടെയും പല മാധ്യമങ്ങളിലൂടെയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സ്ത്രീ സുരക്ഷയാണ് ഞങ്ങളുടെ ലക്ഷ്യം, സ്ത്രീ ഉന്നമനമാണ് ഞങ്ങളുടെ ലക്ഷ്യം, അതുകൊണ്ടൊരു പ്രത്യേക പരിഗണനയുണ്ട് എന്നെല്ലാം പറയുന്ന സർക്കാരുകളാണ് ഇപ്പോൾ ഇന്ത്യയിൽ ഉള്ളതെന്നിരിക്കെ കേരളത്തിലെ സർക്കാരും ഇപ്പോഴത്തെ സർക്കാർ ഒരുപാട് പ്രഖ്യാപനങ്ങൾ നടത്തി. ഇന്നലെ KSRTC ബസ്സിൽ അവർക്ക് സൗജന്യ യാത്ര കൊടുക്കുമെന്നുള്ളത് പ്രഖ്യാപിച്ചു. അവർ പറഞ്ഞു 800ഓളം കോടി രൂപയാണ് പ്രതിമാസം വേണ്ടി വരിക എന്നുള്ളതാണ്. ഈ സ്ത്രീ സുരക്ഷാ പെൻഷൻ കൊടുക്കേണ്ടതിൽ നിന്ന് കൊടുക്കാതെ അത് അവസാനിപ്പിച്ച് ഈ 800 രൂപ 3672 കോടി രൂപയിൽ നിന്ന് ഈ ഒരു 800 കോടി രൂപ ഇങ്ങോട്ടെടുത്ത് KSRTCക്ക് കൊടുക്കാനാണോ ആലോചിക്കുന്നത്? നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.